ഈ ഒരു ചമ്മന്തിയുടെ രുചി അത് കഴിച്ച് തന്നെ അറിയണം. അതുണ്ടാക്കാനായിട്ട് വയലറ്റ് കളറുള്ള വഴുതനങ്ങ ഒരു മീഡിയം സൈസ് ഉള്ളത് എടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എണ്ണയിൽ ആദ്യം നമുക്കതൊന്ന് വഴറ്റി കോരി മാറ്റി വയ്ക്കാം. ഇനി എരിവിനായിട്ട് ഞാൻ വറ്റൽമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. അതും അതേ എണ്ണയിൽ തന്നെ ഇട്ട് അതൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ കൂടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഒരു 5-6 ചുവന്നുള്ളിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ അതേ എണ്ണയിലേക്കിട്ട് നല്ലപോലെ ഒന്ന് വഴന്ന ശേഷം അതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതുകൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ. ആദ്യം നമുക്ക് വറ്റൽമുളക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ബാക്കി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം പുളിയും പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൈകൊണ്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.